ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെയിനാണ് കാണാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ഡിസൈനാണ്. ഇപ്പോൾ എല്ലാവർക്കും ലൈറ്റ് വെയ്റ്റിനോടാണ് കൂടുതൽ താല്പര്യം. ഇപ്പോൾ കോളേജിൽ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ ഡിസൈനുമേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്ക് ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇത് സ്വർണ്ണത്തെ വെല്ലുന്ന ഡിസൈനുമാണ് എല്ലാം. നമുക്കിപ്പോൾ ഓരോ ഡിസൈനായിട്ടൊന്ന് കാണാവേ. അപ്പോൾ ആദ്യം ഇത് ഭയങ്കര സിമ്പിളുമാണ്, നല്ല ലുക്ക് ചെയിനാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ആർക്കും വലിയ മാലയോടൊന്നും താല്പര്യമില്ല, എല്ലാവർക്കും ഇതുപോലുള്ള സിമ്പിൾ മാലയോടാണ് താല്പര്യം. നമുക്കിതൊന്ന് നെക്കിലിട്ട് നോക്കാം, എന്നാലേ അതിൻ്റെ ആ ഒരു ഭംഗി അറിയത്തുള്ളൂ. നല്ല ഭംഗിയല്ലേ, നല്ല സിമ്പിളാണ്, എന്നാൽ നല്ല ലുക്ക് ചെയിനുമാണേ. നമുക്ക് പെൻഡൺ ഇല്ലാതെയോ ഇട്ടോ എങ്ങനെ വേണേലും യൂസ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈൻ ഒന്ന് കാണാം. ഈ ഡിസൈനും നല്ല സിമ്പിളാണ്, ഏകദേശം അതുപോലൊക്കെ തന്നെ ഇരിക്കുമെങ്കിലും ഇങ്ങനെ പിരിഞ്ഞ് കിടക്കുന്ന ഒരു ഡിസൈൻ. ഞാനിതിനിട്ട പേര് മിന്നി മിന്നി എന്നാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് അതൊന്ന് നെക്കിലിട്ട് നോക്കാവേ. അത് നെക്കിലിട്ടാണ്, അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓക്കെ, അടുത്ത ഡിസൈൻ നോക്കാം നമുക്ക്. അടുത്ത ഡിസൈൻ ഇതൊരു സിമ്പിൾ ചെയിൻ വന്നിട്ട് ഇടയ്ക്ക് ഒരു ഓഫ് വൈറ്റ് കളറിലെ ഒരു ബീഡ്സാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇത് നെക്കിൽ വെയർ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയാണ് ഇടയ്ക്ക് ആ ബീഡ്സ് വന്നിട്ട് കാണാനായിട്ട്. ഓക്കെ, അടുത്തത് കാണാവേ. അടുത്തത് ഇതും ചെയിൻ്റെ ഇടയ്ക്ക് ഓരോ ഗോൾഡൻ ബീഡ്സ് ആണ് വന്നിരിക്കുന്നത്. 3 ബീഡ്സ് ഒരേ അകലത്തിൽ ഇങ്ങനെ മാറി മാറി വന്നിരിക്കുന്നത്. അതും നല്ല സിമ്പിളാണ്, നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. നമുക്ക് നെക്കിലൊന്ന് നോക്കാം. നെക്കിലിട്ടിട്ട് നല്ല ഭംഗിയാണ്. ഓക്കെ, അടുത്തത് കാണാവേ. അടുത്തത് ഇതിൻ്റെ ഇടയ്ക്ക് ഗോൾഡൻ ബീഡ്സും വൈറ്റ് ഗോൾഡും എല്ലാം കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഗോൾഡൻ ബീഡ്സും വൈറ്റ് ഗോൾഡും എല്ലാം കൂടിയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് അതും കാണാനായിട്ട്. ഇതിൻ്റെ ചെറിയ മാലയും വലിയ മാലയും എല്ലാം ഉണ്ട്. ഇതിൻ്റെ തന്നെ ചെയിൻ വരുന്നുണ്ട്, പാദസരം, ബ്രേസ്ലെറ്റ് എല്ലാം ഈ സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് കാണാവേ. അടുത്ത ചെയിന് ഇതൊക്കെ കണ്ടാൽ ശരിക്കും ഗോൾഡാന്നേ പറയത്തുള്ളൂ. ശരിക്കും ഇതുപോലത്തെ ഗോൾഡ് ചെയിനൊക്കെ ഉണ്ട്. ഇതും സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, വലിയവർക്ക് യൂസ് ചെയ്യാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്തത് കാണാവേ. അടുത്ത ഇത് സിമ്പിളെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാണാം. അടുത്ത ഇത് ഡോൺ ചെയിൻ്റെ തന്നെ ഒരു ചെറിയ ടൈപ്പ് ഡബിൾ ചെയിനാണ് വന്നിരിക്കുന്നത്. സൂം ചെയ്ത് കാണിക്കാവേ. ഡബിൾ ചെയിനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് വെയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് ലാസ്റ്റ് പറഞ്ഞു തരാവേ. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ നോക്കണേ. അടുത്തത് ഇത് നല്ല സിമ്പിളാണ്, നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട്. ശരിക്കും ഗോൾഡ് പോലെ തന്നെയാണ് ഇതിൻ്റെ പണി വരുന്നത്. ഗോൾഡ് അല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അതുപോലത്തെ ചെയിനാണ് എല്ലാം. അടുത്തത് വന്നിട്ട് പാദസരത്തിൻ്റെ അരിഞ്ഞാണത്തിൻ്റെയൊക്കെ ഒരു ചെയിൻ വരുന്ന പോലത്തെ ചെയിനാണ്. പാദസര ചെയിൻ പോലെ തന്നെ ഇരിക്കും, ചെറുതാണ്, നല്ല ഭംഗിയാണ്. അടുത്തത് ഇത് ഈ ഡിസൈൻ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വലിയ ചെയിനും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. താലിമാലയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ ചെയിനും ഉണ്ട്. ഇത് ചെറുതാണ്, ഒരു വെറൈറ്റി ഡിസൈനാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാവേ.
ഓക്കെ, നമുക്കൊന്ന് നെക്കിലിട്ട് നോക്കാം. ഈ ചെയിനിട്ട് അത്യാവശ്യം നല്ലൊരു വലിപ്പമൊക്കെ തോന്നും ചെയിന്. നല്ല ഭംഗിയാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കളക്ഷനാണ് കാണിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കൂടുതൽ കളക്ഷൻ നമുക്ക് കൊണ്ടുവരാവേ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇനി റേറ്റ് പറയാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് ഒരു 100 മുതൽ 200 വരെ അതിൻ്റെ ഇടയ്ക്കാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത്. ഗോൾഡ് കവറിങ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാ ചെയിനുവേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരുപാട് കളക്ഷൻ വീണ്ടും കാണിക്കാം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലേ നമുക്ക് വീഡിയോ ഇടുമ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കേ. അപ്പോൾ താങ്ക്